ഹായ്, ഞാൻ ഡോക്ടർ സുമ. മിറാൽ ഇന്ത്യ എന്ന എക്കോ ഫ്രണ്ട്ലി ഹോം ഡെക്കർ ആൻഡ് ജ്വല്ലറി ബ്രാൻഡിന്റെ ഫൗണ്ടറാണ്. നിലവിൽ മിറാലിന്റെ ലൊക്കേഷൻ പെരിന്തൽമണ്ണയിലാണ്. മിറാലിന്റെ ഏകദേശം 10ഓളം വെറൈറ്റി ഐറ്റംസ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 200ഓളം ഡിസൈൻസ് വരുന്നുമുണ്ട്. മിറാൽ ഇന്ത്യ ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ് മാർക്കറ്റ് സർട്ടിഫൈഡ് ആണ്. കൂടാതെ ZMSME രജിസ്ട്രേഷനും മിറാൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. എനിക്കൊരു അടിപൊളി ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സും അതൊരു വേറെ വൈബായിരുന്നു. ചേട്ടനായിരുന്നു എന്നെ പുറത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോവാ, എനിക്ക് ചോറ് വായി തരിക, മുടി കെട്ടി തരിക, എന്താ പറയാ, ഒരു വെറൈറ്റി ചേട്ടനായിരുന്നു. ഈ നമ്മുടെ പവിത്ര സിനിമയിലെ ചേട്ടച്ചനെ പോലെ. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനുള്ളത്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇപ്പൊ എന്റെ ചേട്ടനാണ്. ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന ഒരു സംരംഭത്തിന് ഏറ്റവും എനിക്ക് സപ്പോർട്ട് തരുന്ന എന്റെ ഹസ്ബൻഡായ അനൂപാണ്. മിറാൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാക്കിയത് മിറേഴ്സ് ആണ്. ഇന്ന് മിറാൽ ഇന്ത്യ മിറേഴ്സ് സെക്ഷനിൽ 450 രൂപ മുതൽ 35,000 രൂപ വരെ വിലയുള്ള മിറേഴ്സ് നൽകുന്നുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛന് 52 വയസ്സ്, അമ്മയ്ക്ക് 42 വയസ്സ്, എൻ്റെ ബ്രദറിന് 19.5 വയസ്സ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് സീരിയസ് ആയിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അതെൻ്റെ ഒരു വെക്കേഷൻ പീരീഡിലായിരുന്നു. അപ്പോ അമ്മയെ വിട്ടുപോകാൻ പേടി, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ. അന്ന് ആ വെക്കേഷൻ പീരീഡാണ്, സമയവും പോകണം. അപ്പൊ എൻ്റെ ഒരു പരിപാടി എന്തായിരുന്നു വെച്ചാൽ, ഈ പണ്ടത്തെ ഒരു സിനിമയിൽ ഉർവശി ചെയ്തിരുന്ന മാതിരി ആക്രികൾ പെറുക്കുക. അപ്പോ എന്തൊക്കെയാന്ന് വെച്ചാൽ പൊട്ടി വളപ്പൊട്ട്, മുത്ത്, മണല്, കക്ക, പിന്നെ ഇലകള്, അങ്ങനെ എനിക്ക് എന്താണ് ഭംഗിയുള്ളത് തോന്നുക വെച്ചാൽ അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അപ്പൊ പിന്നെ എന്താ പരിപാടി വെച്ചാൽ അമ്മയുടെ കട്ടിലിന്റെ അടിയിൽ വന്നിരുന്നിട്ട് ഇതൊക്കെ പശയും പെയിന്റൊക്കെ വെച്ചിട്ട് ഇതിന് ഒരു കളർ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അന്ന് എൻ്റെ ചെറുപ്പം കഴിഞ്ഞു പോയത്. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു, സത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇന്ന് മിറാൽ ഇന്ത്യ എന്നൊരു ബ്രാൻഡ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആയിരുന്നു. അന്നത്തെ ദിവസം സാധാരണ പോലെ ജോലിക്ക് പോയത് സ്കൂട്ടറിലായിരുന്നു. ഒരു 8:45 സമയം നേരത്ത് ടിപ്പർ വന്നതിന് ഇടിച്ച് തെറിപ്പിച്ച് വിട്ടുപോവാണ് റോഡിൽ. എൻ്റെ തോളിൽ ഒരു 3-4 കഷ്ണമായി മുറിഞ്ഞു, 4 കഷ്ണം. അതുകൂടാതെ എൻ്റെ വലത്തെ കാലും ഒടിഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവന്ന് സർജറി കഴിഞ്ഞ് 3ാം ദിവസമായി കഴിഞ്ഞപ്പോ എനിക്ക് എൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചിട്ട് 60 days ആയി ഉണ്ടായിരുന്നു. കൃത്യം 60ാം ദിവസമാണ് ഈ ആക്സിഡന്റ് ആവണേ. എനിക്ക് പിന്നെ അങ്ങനത്തെ കംപ്ലീറ്റ് നെഗറ്റീവ് ചിന്തകളാണ് വരണേ. പഴയ പല കാര്യങ്ങളും, നല്ലതൊന്നും ചിന്തയിൽ വരുന്നില്ല. എനിക്ക് പിന്നെ എൻ്റെ കൈ ശരിയാവും, ഇനി കൈ കൊണ്ട് എഴുതാൻ പറ്റുമോ, മര്യാദയ്ക്ക് വൃത്തിയിൽ എഴുതാൻ പറ്റുമോ, കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒക്കെ പേടിയും വന്നോണെങ്കിൽ ഫുള്ള് നെഗറ്റീവ്. പിന്നെ എവിടെ നിന്നൊക്കെ ധൈര്യം സംഭരിച്ച് വേഗം വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് എൻ്റെ മുന്നിലായിട്ട് 2 പില്ലോ വെച്ചുതരാൻ പറഞ്ഞു. അതിന്റെ മുകളിൽ നോട്ട്ബുക്ക് വെച്ച് തരാൻ പറഞ്ഞു. പിന്നെ ഈ കൈയിന്റെ ഇവിടം വരെ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഭാഗം ഫ്രീ ആണ്. അപ്പോൾ പെന്നെ മെല്ലെ പിടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ കോറി വരയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങി. ഓരോ ദിവസം ചെല്ലുന്നവരും ഓരോ പ്രോഗ്രസ് ആയിട്ട്, കുറച്ച് ദിവസങ്ങൾ ചെല്ലുന്നവരും ചെറിയ പ്രോഗ്രസ് കണ്ടു തുടങ്ങി. ഒരു ചെറിയ ധൈര്യം. അപ്പൊ എന്റെ ശ്രദ്ധ മുഴുവൻ ആ നെഗറ്റീവ് ഒന്ന് മാറിയിട്ട് കൈ ശരിയാക്കണം, പിന്നെ വേണ്ടാത്ത ചിന്തയൊന്നും വേണ്ട, ആ 2 കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള ശ്രദ്ധയിലേക്ക് മാറി. അത് കുറച്ച് കഴിഞ്ഞപ്പോ ആ വര മെല്ലെ ഡിസൈൻസ് ആയിട്ട് മാറി. ആ ഡിസൈൻസ് ആണ് എന്നെ ഇന്നൊരു മിറാൽ ഇന്ത്യ എന്നൊരു ബ്രാൻഡിലേക്ക് എത്തിയത്. ആ ദിവസം, ആ ആക്സിഡന്റ് ദിവസം എൻ്റെ ജീവിതത്തിന്റെ ഗതി മാറുകയാണ്. ഒരു വെറ്റിനറി ഡോക്ടറായ ഞാനൊന്നും പഠിക്കാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഫീൽഡിലേക്ക്, ഒരു ആർട്ടിന്റെ ലോകത്തേക്ക് ഞാൻ കടക്കുകയാണ്. അതിന് ഞാൻ എന്താ മനസ്സിലാക്കണമെന്നറിയോ, വേറെ നമ്മൾ നേടുന്ന എന്ത് ജോലി ആയാലും നമ്മൾ പഠിച്ച് വേറൊരാൾ നമുക്ക് തരണ ഒരു നോളേജാണ് നമ്മൾ പഠിച്ചെടുക്കണത്. അത് നമ്മൾ എക്വയർ ചെയ്യണം. നമ്മളത് ഇന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഡിഗ്രി, PG, PhD അങ്ങനെയായിട്ട്. പക്ഷെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതാ, അത് നമ്മളിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അത് നമ്മളിപ്പോ ഞാനിത് ചെയ്തിരുന്ന, ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നു. അത് പിന്നെ അങ്ങനെ ഞാൻ വിട്ടു. പക്ഷെ അത് എന്നിൽ നിന്ന് എവിടേക്കും പോയിണ്ടായിരുന്നില്ല.
അത് അവിടെ തന്നെ സേഫായി കിടക്കാന്ന് മാത്രമല്ല അത് കൂടുതൽ എനിക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ചെയ്തേ. അപ്പൊ പാഷൻ എന്നും നമ്മളെ പോസിറ്റീവ് ആക്കിയിട്ടേ കൊണ്ടുപോകും. അതാണ് ഈ ഓൺട്രപ്രണറിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം. ഇത് സജി, ഇത് അജയ്. ഇവര് എന്നോട് ഒരു നോ പറയാത്തത് കൊണ്ടാണ് ഇന്ന് ഒരു മിറാൽ ഇന്ത്യ എന്നൊരു ബ്രാൻഡ് ഉണ്ടായത്. എങ്ങനെയാണെന്നറിയോ, ഞാൻ എന്റെ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് കുറെ ഡിസൈൻസ് ഒക്കെ വരച്ചു വെച്ചുല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വായം പൊളിച്ചിരിക്കുന്ന സമയത്ത് ഇവർ എന്നെ കാണാൻ വരികയാണ്, രോഗിയാണല്ലോ. അപ്പൊ വന്നിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ തന്നെ പറയാണ്, നമുക്ക് 2 കണ്ണാടി ഉണ്ടാക്കിയല്ലോ, നമ്മുടെ വീട്ടിലേക്കുള്ള കണ്ണാടിയൊക്കെ നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കിയേ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, അത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തതല്ലേ, അതേപോലെ ഇപ്പൊ നമുക്ക് സാധിക്കുമോ? അപ്പൊ അല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മരമാണെങ്കിൽ നമ്മുടെ വീടിന്റെ പഴയ മരങ്ങളോട് ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പൊ ആ മരത്തിന്റെ ബാക്കി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ വലിയ ഗ്ലാസിന്റെ ഒരു ചെലവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത ഷേപ്പുള്ള കണ്ണാടികളായിട്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കുറെ ഡൗട്ടുകളും കാര്യങ്ങളും. അത് വെച്ചിട്ട് ഞങ്ങള് ഒരു 2 കണ്ണാടി ആദ്യം ഉണ്ടാക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് വന്ന പീസാണ് ഞങ്ങൾ എന്റെ വീട്ടില് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ടീം ഇന്ന് മിറാലിന്റെക്ക് ഉണ്ട്. വെസ്റ്റ് ബംഗാളിലായിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്, ബോംബെയിലുണ്ട്, പിന്നെ UP-യിലുണ്ട്. അങ്ങനെ മിറാൽ ഇന്ത്യ എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ പേരുടെ സപ്പോർട്ടും വിശ്വാസവും ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടവും കൊണ്ടാണ്. ഇത് മിറാൽ ഇന്ത്യയുടെ ലൈവ് എഡ്ജ് സീരീസിൽ വരുന്ന മിററാണ്. ഈ മിററിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മിററിന്റെ ഒപ്പം വരുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഒറിജിനൽ റസ്റ്റിക് ഫീൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ മിറർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യണ ഒരു വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കമുള്ള തേക്ക്, മഹാഗണി, അതാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഈ ഗ്ലാസ് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള 5mm അല്ലെങ്കിൽ 6mm സീൻകോബൈൻ ഗ്ലാസ് ആണ്. ഈ തേക്കിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നിലമ്പൂർ തേക്ക്, ഏറ്റവും ലോകത്ത് ക്വാളിറ്റി ഉള്ള തേക്ക് എന്ന് പറയുന്നത് നിലമ്പൂർ തേക്കാണ്. ഒരു സെഞ്ചുറീസ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഇരുന്നാലും ഈ തടിക്ക് കേടുവരില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യക്ക് ഏകദേശം ഒരു 52ഓളം ആർട്ട് ഫോംസ് ഉണ്ട്. അതില് ചില ആർട്ട് ഫോംസ് മാക്സിമം നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിലും കൊണ്ടുവരാൻ നോക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഈ വാൽക്കണ്ണാടി സീരീസ്. ഇതില് വാൽക്കണ്ണാടി മാത്രമല്ല ഈ മിററിൽ കാണുക, നമുക്ക് കേരള മ്യൂറൽ ആർട്ട്, നമ്മുടെ അമ്പലങ്ങളിലൊക്കെയുള്ള പലയിടത്തും ഫേമസ് ആയിട്ടുള്ള, ലോകത്ത് മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഈ കേരള മ്യൂറൽ ആർട്ട് ഈ വാൽക്കണ്ണാടിയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ജിയോമെട്ര കോപ്പർ 2D സീരീസിൽ വരുന്ന മിററാണ്. നമ്മുടെ പ്രീമിയം സീരീസ് എന്ന് പറയും. പ്രീമിയം സീരീസ് ആണെങ്കിൽ ഒരു 12,000 റേഞ്ചിലാണ് നമ്മളിത് കൊടുക്കണേ. ഈ മിററിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉള്ളില് നമുക്ക് സീൻകോബൈന്റെ ഗ്ലാസ്, അത് കൂടാതെ പുറത്തും മിററിന്റെ പീസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഒരു ഓവറോൾ ഒരു ആർട്ട് പീസിന്റെ ലുക്കും വന്നു, ഒരു മിററിന്റെ യൂസ് നമുക്ക് ഈ മിററിലൂടെ കിട്ടുകയാണ്. ഇത് സ്കൾപ്ചർ 2D സീരീസിൽ വരുന്ന ഒരു മിററാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, ഗ്ലാസ് മിറർ, അത് നമ്മുടെ ഭൂമിയുടെ ആകാശം, വെള്ളം, ആ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. ഇത് മരത്തടികളെ, ഇത് നമ്മുടെ ഭൂമിയിലുള്ള പാറ, റോക്സ് എന്നൊക്കെ പറയണ ഒരു ഭാഗത്തെയാണ് റെപ്രസെന്റ് ചെയ്യണത്. ഇതില് എന്താണ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സ്കൾപ്ചർ വിത്ത് മിറർ. ഇത് രണ്ടും കൂടി ഒരു മിററിൽ കൊണ്ടുവരാൻ നോക്കിയാണ്. അത് കൂടാതെ ഇപ്പൊ നമ്മൾ അതിലൊരു ചെറിയൊരു ഫ്ലവർ വേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റർ ബോക്സിനോ ഫ്ലവർ വേസിനോ എന്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് ആവശ്യത്തിന് ചെടികളോ പൂക്കളൊക്കെ വെക്കാനായിട്ട്. ഇത് സ്കൾപ്ചർ 2D സീരീസിൽ വരുന്ന വേറൊരു മിററാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമുക്ക് ഈ സ്റ്റൈലിൽ വേണമെങ്കിൽ വെക്കാം. കുറച്ചാൾ കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ സ്റ്റൈലും ഒന്ന് മാറ്റാം, അപ്പൊ അത് നീളനെയും വെക്കാം. ഈ വാൽക്കണ്ണാടി ചെയ്തപ്പോഴേ ബോഹോ സ്റ്റൈൽ ഒരു വാൽക്കണ്ണാടി ചെയ്താൽ എന്താണെന്ന് തോന്നി. അങ്ങനെ ചെയ്തതാണ് ഈ ഡൂഡിൽ ആർട്ട് ഈ കണ്ണാടിയുടെ മുകളിൽ. ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഈ സ്കൾപ്ചർ സീരീസിൽ വരുന്ന മിറേഴ്സ്. അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് ഈ കണ്ണാടി. ഇത് മിറാൽ ഇന്ത്യയുടെ ആൻഡ് ഹെൽഡ് സീരീസിൽ വരുന്ന കണ്ണാടിയാണ്. കണ്ണാടിയല്ല, വാൽ കണ്ണാടി. ഇതില് ഒരു കൃഷ്ണന്റെ മുഖമാണ് വരച്ചുണ്ടാക്കിയിരിക്കണമെങ്കിൽ ഇതില് ഒരു നർത്തകിയുടെ ലേഡി ഫേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഹാങ് ചെയ്യാൻ വേണ്ടവർക്ക് ഹാങ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഹാങ് ചെയ്യാതെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി മിറാൽ ഇന്ത്യയുടെ കുറച്ച് കോക്കനട്ട് ഷെൽ ലാംപ്സ് പരിചയപ്പെടാം.
മിറാൽ ഇന്ത്യ കോക്കനട്ട് ഷെൽ ലാമ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണിത്. ഈ കോക്കനട്ട് ഷെൽ ലാമ്പിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ? പകല് നമുക്ക് ഇതിന്റെ ഒക്കെ ആർട്ട് എൻജോയ് ചെയ്യാം, രാത്രി ഇതിന്റെ ലൈറ്റും. അതാണ് ഇത്. മിറാൽ ഇന്ത്യയുടെ ഒരു കോക്കനട്ട് ഷെൽ ലാമ്പാണ്. ഇതിന്റെ പ്രത്യേകത ഇത് ടേബിൾ ലാമ്പാണ്. നമ്മളിത് ഒരു വുഡ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കെയിൻ ആണ് കേട്ടോ. പിന്നെ വയറും LED ബൾബാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മിറാൽ ഇന്ത്യയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടേബിൾ ലാമ്പാണ്. ഇതിന്റെ ഈ കോക്കനട്ട് ഷെൽ ലാമ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ലോഗോസ്, നെയിംസ്, പ്ലേസസ് എന്താണ് ഒരാൾക്ക് വേണ്ടത് വെച്ചാൽ അത് നമ്മള് വരച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാത്രി ലൈറ്റ് ഇടുമ്പോൾ ഈ ഷേപ്പിൽ തന്നെ ലൈറ്റ് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഭംഗി. പകല് നമുക്കിത് ഡിസൈൻ ആയിട്ട് കാണാം, രാത്രി ഇത് കൂടെ ലൈറ്റും കാണാം. ഇത് മിറാൽ ഇന്ത്യയുടെ വേറൊരു ടേബിൾ ലാമ്പാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മിറാൽ ഇന്ത്യയുടെ ഹാങ്ങിങ് LED ലാമ്പാണ്. നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന്റെ കട്ടിങ് രണ്ട് വശത്തും ഉണ്ട്, ഉള്ളിലൂടെ ഉണ്ട്. അപ്പൊ ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ ലൈറ്റ് വരും. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് മിറാൽ ഇന്ത്യയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു ഹാങ്ങിങ് LED ലാമ്പാണ്. ഇതിൽ മുഴുവൻ ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുകയാണ്. നോക്കിയാൽ കാണാം. ഇത് മിറാൽ ഇന്ത്യയുടെ കോക്കോ പേഴ്സണ ടീ ലൈറ്റ് ഹോൾഡർ ആണ്. കോക്കനട്ട് ഷെല്ലിൽ ഉണ്ടാക്കണ ഈ ഐറ്റം പല ഡിസൈൻസിൽ ചെയ്യുന്നുണ്ട്. ലോഗോ ആയിട്ടും ഡിസൈൻസ് ആയിട്ടും എല്ലാം. ഇതിന്റെ കൂടെ നമ്മൾ ഈ സോയ വാക്സിന്റെ കാൻഡിലും കൊടുക്കുന്നത്. ഈ കാൻഡിലില് സോയ വാക്സിന്റെ ഒപ്പം അരോമാറ്റിക് ഓയിൽസ്, സ്പൈസസ്, ഫ്ലവേഴ്സ്, ഡ്രൈ ഫ്ലവേഴ്സ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം ആണ്. ഇത് മിറാൽ ഇന്ത്യയുടെ ഹാങ്ങിങ് ലാമ്പ് സീരീസിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതില് പ്രത്യേകത എന്താ വെച്ചാല് 7 ബോൾസ് ഉണ്ട്, കോക്കനട്ട് ഷെൽ ബോൾസ്. ഇത് പല ഡിസൈൻസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലീഫ് ഫ്ലവർ വേറെ ഡിസൈൻസ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് കോക്കനട്ട് ഷെല്ല് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റർ ആണ്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പല സൈസിലായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെക്കാം. ടേബിൾ ടോപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ടീ ലൈറ്റ് ഹോൾഡറിന്റെ വേറൊരു വേർഷനാണ്, വേറെ ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് കലാബാഷ് ഗോൾഡ് ലാമ്പ് എന്നാണ് പറയാ. നമ്മുടെ നാട്ടിൽ കാണുന്ന മത്തങ്ങ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഈ ഐറ്റം ഒരു വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് നമ്മളത് എന്താ ചെയ്യണേ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക് പീസ് ആയിട്ട് ഒരു ലാമ്പാക്കി മാറ്റുകയാണ്. ഇതിന്റെ മുകളിലും താഴെയായിട്ട് മരമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാസിന്റെ നമ്മൾ ചെയിൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ പകൽ ഇതൊരു ആർട്ട് പീസാണ്, രാത്രിയാണ് ഇതിന്റെ ഭംഗി കൂടുതൽ അറിയുക. ഇത് മിറാൽ ഇന്ത്യയുടെ കോക്കനട്ട് ഷെല്ലിന്റെ മൊബൈൽ ഹോൾഡർ കം പെൻ ഹോൾഡർ, പെൻസിൽ ഹോൾഡർ എന്തായാലും നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ടൈപ്പ് ഫോണും നമുക്ക് ഇതിൽ വെക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് ലോഗോ ആയാലും പേരായാലും എന്താണ് വേണ്ടത് വെച്ചാൽ അത് എൻഗ്രേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാമ്പുകൾ, കോക്കനട്ട് ഷെല്ല് കൊണ്ടുള്ള ലാമ്പുകൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറെ വേസ്റ്റുകൾ ബാക്കി വന്നു. അതായത് ചെത്തി ഉണ്ടാക്കിയ കോക്കനട്ട് ഷെല്ലിന്റെ വേസ്റ്റ് പീസുകൾ. അപ്പൊ പിന്നെ ഞങ്ങള് അത് കളയാനൊരു വിഷമം. കാരണം മിറാൽ ഇന്ത്യ എന്നും ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു 0 വേസ്റ്റ് പോളിസിയാണ്. അപ്പോ ആ സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ് ജ്വല്ലറി ഉണ്ടാക്കിയാൽ എന്താന്ന്. അങ്ങനെയാണ് മിറാൽ ഇന്ത്യ ഇപ്പോൾ കോക്കനട്ട് ഷെല്ലിന്റെ ജ്വല്ലറീസ് ഉണ്ടാക്കുന്നത്. ഓരോ ഡിസൈൻസിലായിട്ടുള്ള ഇതൊക്കെ ഒരു നെക്ലേസ് സെറ്റ് ആണ് നമ്മുടെ കോക്കനട്ട് ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മാല, ഇത് 2 കമ്മലുകളായിട്ട് വരും. അതുകൂടാതെ മിറർ ഇല്ലാതെ മിറാൽ ഇന്ത്യക്ക് ഒന്നുമില്ല. അപ്പൊ അതാ മിറർ ജ്വല്ലറി ഫ്രം മിറാൽ ഇന്ത്യ. ഇത് അതിന്റെ കമ്മലുകളാണ്. ഇത് മാല, ഇത് 2 കമ്മലുകൾ. അതുകൂടാതെ കളർ ചെയ്താൽ പിന്നെ തോന്നി തുടങ്ങി എന്തുകൊണ്ട് കോക്കനട്ട് ഷെൽ ജ്വല്ലറിയിൽ കളർ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഈ ബ്ലൂ ഇൻഡിഗോ കളർ കോമ്പിനേഷനിലുള്ള കോക്കനട്ട് ഷെൽ ജ്വല്ലറി. ഇത് ട്രഡീഷണൽ ഡ്രസ്സസിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. അതുകൂടാതെ ഇപ്പോ ഞാനിട്ടിരിക്കുന്ന കമ്മല്, മാല, ഇത് മിറാൽ ഇന്ത്യയുടെ ബീറ്റിംഗ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു കളക്ഷനാണ്. ഇത്
വുഡ് കൊണ്ട് രുദ്രാക്ഷത്തിന്റെ ഷേപ്പിൽ ചെയ്തിരിക്കുകയാണ്. ഒറിജിനൽ രുദ്രാക്ഷം അല്ല, ഇത് കോക്കനട്ട് ഷെല്ലാണ്. ഇത് സിൽക്കിന്റെ കോഡാണ്. നിങ്ങൾ കഴിയുന്നതും പ്ലാസ്റ്റിക് ഫൈബർ മെറ്റൽസും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം മെറ്റൽസിനും അലർജി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മിറാൽ ഇന്ത്യ എന്ന പേരിൽ തന്നെ ഒരു ഇന്ത്യയില്ലേ, അപ്പൊ പിന്നെ ഇന്ത്യ കൊണ്ട് എന്തൊരു ജ്വല്ലറി ഉണ്ടാക്കിയാൽ നന്നാവില്ലേ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിഭീകര ജ്വല്ലറി ഇഷ്ടമുള്ളവർക്ക് മിറാൽ ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഒരു ബേർഡിന്റെ ഷേപ്പിൽ തന്നെ ജ്വല്ലറി ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മെറ്റല് ചിലർക്ക് അലർജീസ് ഇഷ്യൂസ് ഒക്കെ വരുന്നു എന്ന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ അതില് കോട്ടന്റെ നൂലിങ്ങനെ വൈൻഡ് ചെയ്താണ് ഈ ഐറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്നും ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, ബലം ഉണ്ടാവും, അലർജി ഫ്രീ ആയിരിക്കും. ഇതിന്റെ മാലയാണ് ഇതെങ്കിൽ ഇതാണ് ഇതിന്റെ കമ്മല്. ഈ രണ്ട് പക്ഷികൾ ഇങ്ങനെ ഇരിക്കുന്നത്. നിലവിൽ മിറാൽ ഇന്ത്യ ഓൺലൈനായിട്ടാണ് പ്രൊഡക്ട്സ് ലഭ്യമാക്കുന്നത്. കൊറിയർ സർവീസും മിറാൽ ഇന്ത്യ ലഭ്യമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലായി ഗിഫ്റ്റ്സ് നൽകുവാനോ ബൾക്കായി പർച്ചേസ് ചെയ്യുവാനോ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനോ മിറാൽ ഇന്ത്യ കൂടെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻ മിറാൽ ഇന്ത്യക്ക് അയച്ചു തരിക, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റി കൂടുതൽ അറിയുവാനായി താഴെ നൽകുന്ന വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടാതെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ താഴെ നൽകിയിട്ടുണ്ട്. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.